ഇനി തൃശ്ശൂരിലേക്കാണ്. ഗുരുവായൂരിൽ വിഷ്ണു സുരേഷ് കൂടി തയ്യാറായി നിൽക്കുന്നുണ്ട്. വിഷ്ണു, ഗുരുവായൂരിൽ ക്ഷേത്രത്തിലാണെങ്കിൽ രാവിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ. ഗുരുവായൂർ ഒരു ബാലഗോകുലമായി മാറാൻ പോവുകയാണ്. എന്താണ് അവിടെ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ചകൾ, വിഷ്ണു? ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കുഞ്ഞുമണികൾ ഇങ്ങനെ ഉണ്ണിക്കണ്ണന്മാരായും അതോടൊപ്പം തന്നെ രാധയൊക്കെ ആയി മാറി കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഗുരുവായൂർ ഇതിനോടകം തന്നെ രാവിലെ മുതൽ തന്നെ ബാലഗോകുലമായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ പൂർണ്ണ തോതിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ കാണാൻ എന്ത് ഭംഗിയാണ് കാണാൻ എന്നുള്ളത് നമുക്ക് ആ വിഷ്വൽ നോക്കിയാൽ മനസ്സിലാവും. ഒരുപാട് പേരുണ്ട് ഇങ്ങനെ നിലത്ത് ഈ ഗുരുവായൂർ അമ്പല നടയുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്നവർ ഈ വേഷമൊക്കെ ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെയാണ് ഘോഷയാത്ര ഉണ്ടായിരുന്നത്. മമ്മിയൂർ ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്ര ഉണ്ടായിരുന്നു. അത് പൂർത്തിയായിട്ടുണ്ട്. വൈകിട്ട് ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഈ കുട്ടികളെ ഇങ്ങനെ അണിഞ്ഞ് ഒരുക്കി ഇവിടെ കൊണ്ടുവരിക എന്നുള്ളൊരു നേർച്ചയുടെ ഭാഗം കൂടിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ ഏകദേശം 50,000-ത്തിലധികം വരുന്ന ആളുകൾ ഈ ശ്രീകൃഷ്ണ ജയന്തി ദിവസത്തിൽ ഗുരുവായൂർ നടയിലേക്ക് എത്തിയെന്നാണ് മനസ്സിലാവുന്നത്. കുറേ പേർ വിവിധ പ്രായത്തിലുള്ള ആളുകളുണ്ട്. 6 മാസം മുതൽ അങ്ങോട്ടേക്ക് ഉള്ള ആളുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇതിപ്പോ എത്ര വയസ്സായി, എത്ര മാസമായി? ഉണ്ണിക്ക് ഇപ്പൊ കറക്റ്റ് 11 മാസമായിട്ടേ ഉള്ളൂ. ഇതിപ്പോ അഞ്ചാടിമാലയാണ് കേട്ടോ ഉണ്ണിക്ക്. കരച്ചിലൊക്കെ ഉണ്ടോ? ഇല്ല, കുറച്ച് ഗൗരവക്കാരിയാണ്. ഗുരുവായൂരപ്പന്റെ നാളാണ് കേട്ടോ ഉണ്ണിക്ക് വരുന്നത്. എല്ലാവരും ഇങ്ങനെ വലിയ സന്തോഷത്തിലാണ്. കുട്ടികൾ പരസ്പരം അറിയാത്ത ആളുകളാണ്. ഈ ദൃശ്യങ്ങൾ കാണുന്ന ഒരു 2, 3, 4 പേരൊക്കെ ഉണ്ട്. ഇവർ പരസ്പരം ഒന്നും അറിയത്തൊന്നുമില്ല, പക്ഷെ ഇവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഭയങ്കര കളിയാണ് ഇവിടെ. അങ്ങനെ ഗുരുവായൂർ അമ്പല നട ശരിക്കും ബാലഗോകുലമായി മാറി. അതൊരു 6 മണിവരെ ഇങ്ങനെ ഇവരെല്ലാവരും ഇവിടെ ഉണ്ടാകും. അതിനുശേഷം ബാക്കി ക്ഷേത്രത്തിലെ ചടങ്ങുകളൊക്കെ നടക്കും. എന്തായാലും ഭക്തർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുമുണ്ട്. ടി.കെ. മയിൽപ്പീലി, മോടക്കുഴലും മാലയും ഒക്കെ അണിഞ്ഞുള്ള കുരുന്നുകളുടെ കാഴ്ച, ശ്രീകൃഷ്ണ രൂപത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഈ കുരുന്നുകളുടെ വേഷം, അത് ആർക്കും നയനമനോഹരമായ കാഴ്ചയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.